ഒരൊറ്റ കുട്ടിയെയും ചീത്ത പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അനുവദിക്കൂല. കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല, പ്രത്യേകിച്ച് തക്ലീഫ് എത്താത്ത കുട്ടികളെ. തമീസ് എത്തിയാലും തക്ലീഫത്തോ ഇല്ല. തമീസ് ആയിട്ടുണ്ട്, പക്ഷെ തക്ലീഫായിട്ടില്ല. തമീസ് എന്ന് പറഞ്ഞാൽ 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 6 വയസ്സൊക്കെ ആയാൽ തന്നെ തമീസാവും. കാര്യങ്ങൾ ഓരോന്നോരോ തിരിച്ചറിയാം. അത് തീയാണ്, അത് മണ്ണാണ്, മറ്റേത് മണ്ണെണ്ണയാണ്, അതൊക്കെ തിരിച്ചറിയും. അത് തൊടാൻ പാടില്ല, തൊടാൻ പാടില്ല, അത് കുട്ടിക്ക് തിരിച്ചറിയാം. അത് ബാപ്പയാണ്, അത് ഉമ്മയാണ്, ഇത് ഭക്ഷണമാണ്, മറ്റേത് മൂത്രാണ്, അതൊക്കെ തിരിച്ചറിയാം. തമീസ് എത്തിയാലും കുട്ടിക്ക് തക്ലീഫ് എത്തിക്കൊള്ളണമെന്നില്ല. ആ കുട്ടികളിൽ കുസൃതി കാണും, അതിന് ചീത്ത പറയാൻ പാടില്ല. ചീത്ത പറയുന്നൊരു സുഖമുള്ള ഏർപ്പാടല്ല. ആ കുട്ടികളെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ കുട്ടികളെ ശ്രദ്ധ തിരിക്കാൻ പറ്റിയ നല്ല കാര്യങ്ങളിലേക്ക് കുട്ടിന്റെ മനസ്സ് തിരിച്ചുവിടണം. അങ്ങനെ വേണ്ട. അങ്ങനെ എന്തെങ്കിലും ഒരു കുസൃതിയിൽ ഏർപ്പെട്ടിട്ട് നമ്മൾ വിളിച്ചാൽ കിട്ടാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ നോക്കൂ, ഇപ്പുറത്തിരുന്നിട്ട് നല്ല ഒരു പാട്ട് പാടിക്കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ കുട്ടി ആ കുസൃതിയൊക്കെ മാറ്റി, ആ കളിക്കോപ്പുകളൊക്കെ മാറ്റിയിട്ട് അറിയാതെ നിച്ചുടന്നു. പാടാൻ പറ്റിയ കേട്ടോ, കേൾക്കാനും പറ്റി. വരും കുട്ടി വരും, സ്വാഭാവികമായിട്ട് റാഹത്തോടെ വരും. അതല്ല, ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റിയൊരു മധുര നമ്മൾ കാണിക്കുന്നതെങ്കിൽ ആ കുട്ടി വരും. കാരണം അത് പറ്റാത്ത ആൾക്കും കൂടി ഇഷ്ടമുള്ള സംഗതിയാണ് മധുരം എന്നത്, അല്ലെ? എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ജന്മനാ ഒരു വാസന അതിനുണ്ടാവും. കുട്ടി വരും. അല്ലാതെ ആ കുട്ടിയെ ഒരു നിലക്കും ഈ തമ്മീസെത്താത്ത കുട്ടിയെ ചീത്ത പറഞ്ഞ് വിഷമിപ്പിച്ച് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. തമ്മീസ് എത്തിയിട്ട് 7 വയസ്സ് 8 വയസ്സ് 9 വയസ്സ് 10 വയസ്സൊക്കെ കിടക്കുമ്പോ അവർക്കൊക്കെ പരിശീലനങ്ങൾ, പ്രചോദനങ്ങളാ കൊടുക്കേണ്ടത്. അങ്ങനെ ഇപ്പൊ ഒരു കുട്ടി ഉറങ്ങണ ഒരു കുട്ടിയെ, ഉമ്മമാരെ ഉറങ്ങുന്ന ഒരു കുട്ടി, 1-ാം ക്ലാസ്സിലെ ഉദാഹരണം പറയാം. 1-ാം ക്ലാസ്സിലെ കുട്ടിയെ നമ്മളിങ്ങനെ കാല് തട്ടിയിട്ട് ഒരു 15-കാരനെ വിളിക്കും പോലെ വിളിച്ചാൽ ആ കുട്ടി എഴുന്നേറ്റൊന്നുമില്ല. എഴുന്നേൽക്കോ? ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിങ്ങനെ കിടക്കും. കാരണം ആ കുട്ടിയിലേക്ക് 1-ാം ക്ലാസ്സല്ലേ ശ്രദ്ധയിലെത്തിയിട്ടുള്ളൂ, എന്റെ മുകളിലൊന്നും എത്തിയില്ലല്ലോ. അപ്പൊ ആ കുട്ടിയെ എഴുന്നേൽപ്പിക്കാൻ നല്ല ആ കുട്ടിയെ വിളിക്കുന്ന നല്ല ഓമനപ്പേര് വിളിച്ച്, അമ്മാന്റെ കുട്ടി, ഉപ്പാന്റെ കുട്ടി, നല്ല സോപ്പിട്ടിട്ട് ഇങ്ങനെ അല്ലല്ല ഒന്ന് എഴുന്നേറ്റ് സുന്ദരായിട്ടുണ്ട്. ഇത് അവിടെ 4 വർഷം ഉണ്ടാക്കിയാൽ ആ കുട്ടി എന്താ പടക്കം പൊട്ടുന്നു വിചാരിക്കും. അങ്ങനല്ല അവരെ വിളിക്കുന്നത്. അതിനൊരു സമീപനത്തിന്റെ ഒരു ശൈലി വേറെ. എങ്ങനെ ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടിയെ ഒന്ന് സ്നേഹവാത്സല്യത്തോടൊന്ന് വിളിച്ച് ഉമ്മയോ ബാപ്പയോ ഒന്ന് മടിയിലേക്ക് ഇരുത്തിയിട്ട് ഞാൻ വാരിത്തരാം, നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞാല് ഒരു തുള്ളി കഴിക്കാൻ സ്വഹീബുൽ ബുറാഖി വറഫറഫിൽ അഅ്ലാ റസൂലുള്ളാഹ് സ്വലവാത്തുൻ തഹിയ്യാത്തുൻ അലൈഹിസ്സലാം. സ്വഹീബുൽ ബുറാഖി വറഫറഫിൽ അഅ്ലാ റസൂലുള്ളാഹ് സ്വലവാത്തുൻ തഹിയ്യാത്തുൻ അലൈഹിസ്സലാം. ബദറുൽ ഹുദാ നൂറൻ യുത്ഫി നാറൽ കുഫ്രി ഫലമ്മാ ബദ ഫീ ദുന ദീനുൽ ഹുദാ വസ്സലാം. സ്വഹീബുൽ ബുറാഖി വറഫറഫിൽ അഅ്ലാ